വെൽക്കം ബാക്ക്. റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പെർഫ്യൂം റിവ്യൂ മലയാളം പെർഫ്യൂം റിവ്യൂവേഴ്സ് എല്ലാം വളരെയധികം പോസിറ്റീവ് പറഞ്ഞ ഒരു പെർഫ്യൂമാണ്. വളരെയധികം ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു പെർഫ്യൂം. ഞാനിത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് ഒന്ന് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഇവിടെ കുവൈറ്റിൽ അവൈലബിൾ അല്ലായിരുന്നു. ഈ അടുത്താണ് ഇത് വന്നത്. അങ്ങനെ വാങ്ങിയ പെർഫ്യൂമാണ്. പെർഫ്യൂമിന്റെ പേര് എസ്കാലോ അൽഫ്. ബോട്ടിൽ പ്രസന്റേഷൻ കാണിക്കാം. ഇതാ ഇങ്ങനെയാണൊരു മെറൂൺ റെഡ് കളറുള്ളൊരു പാക്കിംഗ് ആണ്. ഇവിടെ അൽഫ് എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ എസ്കാലോ, ഇവിടെ 50 ml എക്സ്ട്രൈറ്റ് ഡി പെർഫ്യൂമാണ്. അപ്പം ഹെവി ഓയിൽ കോൺസെൻട്രേഷൻ ആണ്. ഒരു 40% മുകളിലാണ് ഇതിന്റെ ഓയിൽ കോൺസെൻട്രേഷൻ. വളരെ പ്രീമിയം ലുക്കിലുള്ള ഒരു പാക്കിംഗ് ആണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇവിടെ ഒരു പേപ്പറിൽ എസ്കാലോ എന്ന് എഴുതി, ഇതാണ് ബോട്ടിൽ. അൽഫ് എസ്കാൽ എന്ന് എഴുതിയിട്ടുണ്ട്. ട്രൈറ്റ് ഡി പെർഫ്യൂം എന്നും എഴുതിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു ഗ്ലാസ്. ക്യാപ്പ് പ്ലാസ്റ്റിക് ആണ്. നോർമൽ ഒരു ക്യാപ്പ്, പ്രത്യേകിച്ചൊരു പ്രത്യേകതയൊന്നുമില്ല. ഈ ബോട്ടിൽ കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ബക്രാത്ത് റോഷ് 540 എന്നൊരു പെർഫ്യൂം ഉണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഏകദേശം അതേ ഒരു സ്റ്റൈലിലാണ് ഇതിന്റെ ബോട്ടിൽ വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാം. ഞാൻ കൂടുതലായിട്ട് അടിക്കുന്നില്ല, കാര്യം ഇത് ഭയങ്കര പ്രൊജക്റ്റ് ചെയ്യുന്നൊരു പെർഫ്യൂമാണ്. ഇൻ കേസ് ഈ കാറിൽ അടിക്കുകയാണെങ്കിൽ എനിക്ക് ഹെഡ് ഏക്കിന് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ചിലപ്പോൾ ഹെഡ് ഏക്ക് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു സ്പ്രേ മാത്രമേ അടിക്കുന്നുള്ളൂ. കണ്ട ഇവിടെ മൊത്തം ഇങ്ങനെ ഓയിലാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്മെല്ല് നോക്കാം. അന്യായ സ്മെല്ലാണ്. സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു ഫ്ലോറൽ നോട്ടും സ്വീറ്റ്നെസ്സും കൂടെ മിക്സ് ചെയ്തുള്ളൊരു സ്റ്റാർട്ടിംഗ് ആണ്. ഒരു രക്ഷയില്ലാത്ത സ്മെല്ല്, പറയാതിരിക്കാൻ വയ്യ. അപ്പൊ ഇതിൽ നോട്ട്സ് കൊടുത്തിരിക്കുന്നത് ഊത്, സാഫ്രോൺ, ലെതർ, ആംബർ, മെറ്റാലിക്, ഇത്തരം നോട്ട്സുകളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നല്ല സ്വീറ്റ് ഫ്ലോറൽ ഒരു സ്റ്റാർട്ടിംഗ് ആണ് കിട്ടുന്നത്. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല റിച്ച് സാഫ്രോണിന്റെ സ്മെല്ല് ഇതിൽ കിട്ടും. കുറച്ചുകൂടെ ഒന്ന് സെറ്റിൽ ആകുമ്പോഴത്തേക്കും ലെതർ നോട്ട്സ് ഇതിൽ വരുന്നുണ്ട്, ആംബർ വരുന്നുണ്ട്, അതുപോലെ ഈ മെറ്റാലിക് നോട്ട്സും വരുന്നുണ്ട്. ഇത്രയും നോട്ട്സുകളാണ് ഇതിൽ വരുന്നത്. ഈ പെർഫ്യൂമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓരോ നോട്ട്സും നമുക്ക് എടുത്തെടുത്ത് കിട്ടും. ആദ്യം സീറ്റ് വരും. ഊത് എനിക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടിയിട്ടില്ല. ഞാൻ പല പ്രാവശ്യം സ്നിഫ് ചെയ്ത് ഇട്ടാണ് എനിക്ക് ഊതിന്റെ ചെറിയൊരു സ്മെല്ല് എനിക്ക് കിട്ടിയത്. നമ്മുടെ നോർമലായിട്ടുള്ള അറബിക് ഊതിന്റെ ഒരു ഹെവിനെസ്സോ ഒരു കുത്തലോ അല്ലെങ്കിൽ ഒരു സ്ട്രോങ്നെസ്സോ ഒന്നും ഇതിലില്ല. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഊതിന്റെ ഒരു സ്മെല്ലാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അല്ലെങ്കിൽ നോർമലായിട്ട് ഒരാൾ ഇതിൽ സ്നിഫ് ചെയ്യാണ്, ഇതിൽ എവിടെ ഊത് എന്ന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത്രയും ലൈറ്റ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഊതാണ്. ആ ലെതറിന്റെ നോട്ട്, അതുപോലെ ആംബർ നോട്ട്, ആ മെറ്റാലിക് നോട്ട് എല്ലാം നമുക്ക് പല സമയങ്ങളിലായിട്ട് മാറി ഈ നോട്ട്സ് എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഈ പെർഫ്യൂമിന് ഇത്രയും ഹൈപ്പ് വേണം ചോദിച്ചാൽ തീർച്ചയായിട്ടും വേണം എന്നാണ്. അത്രയും ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ളൊരു സ്മെല്ല്. ഈ പെർഫ്യൂം ഞാൻ സ്നിഫ് ചെയ്ത സമയത്ത് എനിക്ക് പല ഓർമ്മകളാണ് വന്നത്. ഒന്ന്, നമ്മൾ എയർപോർട്ടിലൂടെ പോകുമ്പോൾ ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ മുമ്പിലൂടെ ഒക്കെ പോണ സമയത്ത് അവിടെയുള്ള ടൈപ്പ് ഒരു ദുബായ് വൈബിലുള്ളൊരു സ്മെല്ല്. അതുപോലെ ചില പ്രീമിയം കാറുകളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ആ ഒരു ലെതർ സീറ്റിന്റെയും അതിൻ്റെ ഉള്ളിലെ ലക്ഷറിയസ് സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ല് എനിക്കിതിൽ എന്നെ റിമൈൻഡ് ചെയ്യിപ്പിച്ചു. അതുപോലെ നമ്മൾ പ്രവാസികൾ പെട്ടി പൊട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ പെട്ടി പൊട്ടിക്കുന്ന സമയത്ത് ആ ഒരു സോപ്പിന്റെയും ടീ, പൗഡർ, സ്പ്രേ, പെർഫ്യൂം, മറ്റ് ചോക്ലേറ്റുകളുടെ എല്ലാം കൂടി ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു സ്മെല്ലും എന്നെ ഇത് റിമൈൻഡ് ചെയ്യിപ്പിച്ചു. അപ്പം നിങ്ങൾ ഈ പ്രവാസികളുടെ പെട്ടി പൊട്ടിക്കുമ്പോൾ കിട്ടുന്നൊരു അസാധ്യമായ ഒരു ദുബായ് വൈബ് ലക്ഷറീസ് സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ലിന്റെ ഏകദേശം ഒരു വൈബ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ ഒരു ദിവസം ഈ ബക്രാത്ത് റോജ് 540 ഒരു പെർഫ്യൂം ഓയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറിജിനലി ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഏകദേശം ഇതിന്റെ ഒരു ഡ്രൈ ഡൗണിൽ നമുക്കൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സിൽ സ്നിഫ് ചെയ്യുമ്പം ഏകദേശം ആ ഒരു സ്മെല്ലാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമാണ്. എനിക്ക് പല സമയങ്ങളിലായിട്ട് തോന്നിയ സ്മെല്ലാണ്. അതാണ് ഞാൻ ഈ പെട്ടി പൊട്ടിക്കുന്ന സ്മെല്ല് എന്നൊക്കെ പറഞ്ഞത്. എന്റെ പൊന്നുമക്കളെ, ദയവേത് എന്നെ ഇനിയും ആ പെരും പറ ഇതാണോ അവന്റെ പെട്ടി പൊട്ടിക്കുന്ന സ്മെല്ല് എന്നൊക്കെ പറഞ്ഞാൽ ആരും തെറി പറയരുത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള
അനുഭവങ്ങളാണ്. അപ്പം നിങ്ങളൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു 12 മണിക്കൂർ മേളിൽ ഇത് നമുക്ക് ഡ്രസ്സിൽ കിട്ടും. 3 മണിക്കൂറിന് മുകളിൽ ഹെവി പ്രൊജക്ഷനാണ്, 100% ഗ്യാരണ്ടി. അതിഭീകരമായ പ്രൊജക്ഷനുള്ള ഒരു പെർഫ്യൂമാണ്. അപ്പോൾ പെർഫോമൻസ് കൊണ്ടാണെങ്കിലും പ്രൊജക്ഷൻ കൊണ്ടാണെങ്കിലും ക്വാളിറ്റി കൊണ്ടാണെങ്കിലും സ്മെല്ല് കൊണ്ടാണെങ്കിലും ഒക്കെ മികച്ച ഒരു പെർഫ്യൂമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഹൈപ്പിന് ഉള്ള സ്മെല്ലുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇതിന് ഹൈപ്പിനുള്ള സ്മെല്ലുണ്ട്. നല്ല ക്വാളിറ്റി ജ്യൂസാണ്, നല്ല ക്വാളിറ്റി സ്മെല്ലാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾ നിരാശപ്പെടില്ല. അതുപോലെ ഈ പെർഫ്യൂമിൻ്റെ മറ്റൊരു ചെറിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഓയിൽ കോൺസെൻട്രേഷൻ കൂടുതലുള്ള പെർഫ്യൂമാണ്. അതുപോലെ ഇതിലെ മെറ്റാലിക് നോട്ട്, ഭയങ്കര സ്വീറ്റായുള്ള നോട്ടൊക്കെ ചിലപ്പോൾ ഈ മൈഗ്രെയിൻ അത്തരം തലവേദന പോലത്തുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഈ പെർഫ്യൂം അടിക്കുമ്പോൾ നിങ്ങൾക്ക് തലവേദന വരാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇതിൻ്റെ ഒരു മെറ്റാലിക് നോട്ട് ഇടയ്ക്ക് ഇങ്ങനെ നമ്മളെ സ്നിഫ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു തലവേദനയുള്ള ആളുകൾക്ക് ഈ പെർഫ്യൂം നിങ്ങൾ ബ്ലൈൻഡ് ബൈ ആയിട്ട് വാങ്ങരുത്, ജസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങുക. നമ്മൾ പല റിവ്യൂവേഴ്സും ഇത് ഭയങ്കരമായിട്ട് ഹൈപ്പ് നൽകിയൊരു പെർഫ്യൂമാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് എവിടെയും നല്ല ഓഫറുകളോ ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മളിത് ബ്ലൈൻഡ് ബൈ ആയിട്ട് വാങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് തലവേദന തീർച്ചയായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അടിക്കുമ്പോൾ ഒരു 2-3 മാക്സിമം പെർഫ്യൂമുകൾ മാത്രം യൂസ് ചെയ്യുക. പിന്നെ ഈ പെർഫ്യൂം ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് അടിച്ചുകൊണ്ട് പോയ സമയത്ത് ഞാൻ എൻ്റെ സെക്ഷനിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സിറിയൻ സ്റ്റാഫാണ് എൻ്റെ കോവർക്കർ. അവന് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഡ്യൂട്ടിക്ക് വന്നത്. അവന് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും സൂപ്പർ സ്മെല്ല്, ഇത് എവിടുന്നാണ് വരുന്നതെന്നൊക്കെ എന്നോട് ചോദിച്ചു. എന്നിട്ട് അവർ വരുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഹഗ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ കെട്ടിപ്പിടിച്ച സമയത്ത് സൂപ്പർ സ്മെൽ എന്ന് പറഞ്ഞു. ആ പുറത്തുനിന്ന് കയറിയപ്പോൾ മുതൽ അവനെ സ്മെല്ല് കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പ്രൊജക്ഷൻ അത്രയും ഹെവി പ്രൊജക്ഷനാണ്, റൂം ഫില്ലറാണ്. നമ്മൾ റൂമിൽ അടിക്കുകയാണെങ്കിൽ ആ റൂം മൊത്തം ഇതിൻ്റെ സ്മെല്ലായിരിക്കും. അത്രയും സിയാജുള്ള, അത്രയും എയറിൽ ഇത് സ്മെല്ല് കിട്ടുന്ന തരത്തിലുള്ള ഒരു പ്രൊജക്ഷനാണ് ഈ പെർഫ്യൂമിന്. അപ്പം ഇതാണ് എൻ്റെ അൽഫ് എസ്കാലയുടെ ഒരു റിവ്യൂ. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. ഹൈപ്പിനുള്ള ഐറ്റം ഉണ്ട്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.